ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഒരു പുതിയ മെഷീൻ വന്നിട്ടുണ്ട്. HP Core i7 7th ജനറേഷൻ. സ്ലോ ആണെന്ന് പറയുന്നു. ഓൺ ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ അല്ലയോ. വർക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഡിസ്പ്ലേ ഇല്ല, ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യാത്ത വിഷയം ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് പ്രൈമറി ഒക്കെ ഒന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കൊടുക്കും. ഫാൻ്റെ കൂളിംഗ് ഫാൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഉണ്ട്, സ്ക്രീൻ പൊട്ടിയിട്ടൊന്നുമില്ല, ഇഞ്ചസിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടെസ്റ്റ് അഴിക്കാം. ആദ്യം ബാറ്ററി അഴിക്കാം. റോമിൻ്റെ സ്ക്രൂ ഇങ്ങനെ പുറമെ ഇങ്ങനെ 3-4 സ്ക്രൂ കാണുള്ളൂ. കൂടാതെ സ്ക്രൂസ് അഴിച്ചിട്ടുള്ളവർക്ക് അത് പരിചയം ഉണ്ടാവും, പക്ഷെ അഴിക്കാത്തവർക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നിർത്തുക പൊക്കിയൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. ഇതിൻ്റെ അടിയിൽ സ്ക്രൂസ് ഉണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്യുക. സ്ക്രൂസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാണുന്നില്ല. നമുക്കതിൻ്റെ അകത്തേക്ക് പോവാം. അതിങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു ATM കാർഡിൻ്റെ പോലത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിക്ക് ചെയ്ത് വെക്കാൻ ഇത്തിരി എളുപ്പമോ. കാണണ്ടോന്നറിയില്ല, കാണാൻ കഴിയുന്നുണ്ടോ? കണ്ടില്ലേ, തിക്ക് എടുക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കാതെ പോയതാണ്. സീഡ് റോം കൊണ്ട് റിമൂവ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഇവിടെ സ്ക്രൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കാണാം, ഹാർഡ് ഡിസ്ക്. അപ്പോൾ പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് ഏതായാലും NVM ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ M.2 ഇപ്പോൾ സ്റ്റോക്കില്ല. M.2 പിന്നെ 2.5 സൈസുള്ളതും സെയിം സ്പീഡാണ്. അപ്പോൾ കസ്റ്റമർ ഇത് അഗ്രി ചെയ്തിട്ടുണ്ട്. നമുക്കിത് വെക്കാം.
ബോർഡ് ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതിനകത്ത് ഞാൻ എൻ്റെ ഓൾറെഡി കേബിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇനി M.2 അവന് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒരു വയർ അൺപ്ലഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ ബാക്ക് അപ്പം ഇതിൻ്റെ അകത്ത് ഇതുണ്ട് ഉണ്ടോ. അപ്പോൾ ഈ കട്ടിങ് മനസ്സിലാക്കുക. ഓക്കെ, ഈ കട്ടിങ് നോക്കിയിട്ട് നമ്മൾ NVMe ആണോ M.2 ആണോ മനസ്സിലാക്കുക. ബിഗിനേഴ്സിനാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോസസ്സർ ഇല്ലേ ബിൽറ്റിനാണ് ഇപ്പോൾ വരുന്ന മോഡലൊക്കെ. ഈ മെഷീൻ അഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതിങ്ങനെ അഴിച്ച് കഴിഞ്ഞാൽ കവർ അഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുകയോ അടയ്ക്കുകയും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചസ് ഭയങ്കര ഡേഞ്ചറാണ്. കണ്ടില്ലേ, ഒറ്റ സ്ക്രൂ മണി നിൽക്കുന്നത് പെട്ടെന്ന് പൊട്ടി. പല കേസ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സ്ക്രൂസ് ഉണ്ടല്ലോ പെട്ടെന്ന്, സ്ക്രൂസ് മാത്രമല്ല ഈ സ്ക്രൂ പിടിപ്പിച്ചത് നിസ്സാര പ്ലാസ്റ്റിക്കുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ വെച്ചേക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോരും. ഈ ഇഞ്ചസ് ടൈറ്റ് ആയിട്ട് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ ശ്രദ്ധിച്ചഴിക്കുക. ഓക്കെ, ഇത് നമുക്ക് കവർ ചെയ്യാം. സൈഡിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് ചെയ്യാം. ഹാർഡ്വെയർ USB നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ റിട്ടേൺ ബാക്ക്. ഇത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ സംഭവം അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം മിക്കവർക്കും അപ്ഗ്രേഡ് തന്നെയാണ്. ഇതുപോലെ മെഷീൻ വന്നാൽ എങ്ങനെ അഴിക്കാം അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഞാൻ വീണ്ടും പറയുന്നത് ഇതൊക്കെ ഒരു തുടക്കക്കാർക്കുള്ള ഒരു ഇതാണ്, പുലികൾക്കുള്ളതല്ല. ഇതുകൊണ്ടൊക്കെ ആരൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെ. ഞാൻ വർക്കൊക്കെ പഠിച്ചിറങ്ങിയിട്ട് 17 2001 ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നിയത്. ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞ് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. റബ്ബറിൻ്റെ അതിലാണ് സ്ക്രൂ ഉള്ളത്, നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഫിനിഷ്. ബൂട്ടബിൾ ഫ്ലാഷ്
ഓൺ ഫ്ലാഷിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫിനിഷായി. ഓക്കെ വിൻഡോസ് ഇൻസ്റ്റാൾ ആവുന്നതും അതിൻ്റെ പാർട്സ് ഇരിക്കുന്നൊക്കെ വീഡിയോ പിന്നെ ചെയ്യാം. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ.